ഇന്ന് നമ്മൾ മുട്ട മപ്പാസ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അത് ചോറിനും അതുപോലെ നൂൽപുട്ട് അതുപോലെ വെള്ളയപ്പം അതിനൊക്കെ നല്ല ടേസ്റ്റാണ് ഒപ്പം കഴിക്കാൻ. 4 മുട്ടയാണ് എടുത്തത്. അത് കുക്കറിലിട്ട് മുട്ടയുടെ ഒപ്പം തന്നെ വെള്ളം ഒഴിക്കുക, എന്നിട്ട് ഒരു വിസിൽ കൊടുക്കുക. മീഡിയത്തിൽ വെച്ചാൽ മതി കേട്ടോ കുക്കർ. ഒരു വിസിൽ കൊടുത്തപ്പോൾ മുട്ടയൊക്കെ നന്നായിട്ട് വെന്തു. അപ്പോൾ അത് മാറ്റി വെച്ചു. ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ഒരു വറ്റൽമുളക്, ഒരു കഷ്ണം പട്ട, ഒരു 4 നമ്മുടെ കരയാമ്പൂ, പിന്നെ 2 പച്ചമുളക് കീറിയത് ഇട്ട് കൊടുത്തു. ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തു. ഒരു 5-6 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തു. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കറിവേപ്പിലയാണ് കേട്ടോ. എന്നിട്ട് 1-2 മിനിറ്റ് ഒന്ന് വഴറ്റിയിട്ട് നമുക്കതിലേക്ക് സവോള ഇട്ട് കൊടുക്കാം. സവോള ഇവിടെ 2 സവോളയാണ് എടുത്തത്. അത് നല്ല കനം കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു സ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തത്, ഒരു ടീസ്പൂൺ ഉപ്പാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അധികം ഒന്നും ബ്രൗൺ ആവണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് അതിൻ്റെ ട്രാൻസ്പെറൻ്റ് ആയാൽ മതി ഉള്ളി. അതിലേക്ക് 2 തക്കാളിയാണ് ചേർത്ത് കൊടുത്തത്. തക്കാളി നല്ല വലുതാണെങ്കിൽ ഒരെണ്ണം ചേർത്താലും മതി. അപ്പോൾ 2 മീഡിയം സൈസ് തക്കാളി ചേർത്ത് കൊടുത്തു. എന്നിട്ട് നമ്മളൊന്ന് വഴറ്റിയതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു വലിയ ഉരുളൻകിഴങ്ങ് കഷ്ണങ്ങളാക്കി വെച്ചിരുന്നു, അതും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒന്ന് ഫ്രൈ ആയപ്പോൾ ഞാൻ അതിലേക്ക് മസാല ചേർത്ത് കൊടുത്തു. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ നല്ല മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ പെരുംജീരകപ്പൊടി, അതാണ് ചേർത്ത് കൊടുത്ത മസാലകൾ. ഇനി നമുക്ക് ആ മസാല മൂക്കുന്നവരെ നല്ലോണം അങ്ങോട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 2-3 മിനിറ്റോളം മീഡിയം തീയിൽ വെച്ചിട്ടേ ഒന്ന് നന്നായിട്ട് ഇളക്കി ആ മസാല ഒന്ന് മൂത്ത് കിട്ടണം. അപ്പോൾ നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് അതിലേക്ക് രണ്ടാമത്തെ എന്താ പറയുക കോക്കനട്ട് മിൽക്ക് എന്ന് പറഞ്ഞാൽ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. 1.5 കപ്പാണ് ഒഴിച്ചു കൊടുത്തത്. അത് നമുക്ക് നമ്മുടെ ഉരുളൻകിഴങ്ങൊക്കെ അതിൽ കിടന്ന് വേവണം, അത്രയും പാൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ കറിക്ക് ആവശ്യമായിട്ടുള്ള ഒരു 1.5 ഗ്ലാസ് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് അടച്ച് വെച്ച് സ്റ്റൗ മീഡിയത്തിൽ വെച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റോളം വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞു, നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി നമ്മുടെ ഉരുളൻകിഴങ്ങൊക്കെ ഒന്ന് വെന്തോ നോക്കാം. നല്ലോണം കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ഇളക്കി നോക്കാം നമുക്ക്. ഇനി നമുക്ക് ഉരുളൻകിഴങ്ങ് വെന്തോ നോക്കാം. അപ്പോൾ നമുക്കറിയാലോ പാകമായിട്ടുണ്ടോ ഇല്ലയെന്ന്. അപ്പോൾ ഒരു കഷ്ണം ഉരുളൻകിഴങ്ങ് ഞാനെടുത്ത് നോക്കുകയാണ്. ഒരു കത്തിയോട് മുറിച്ച് നോക്കിയപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്, നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിക്കോളൂ. ഇനി നമുക്ക് മുട്ട ഇട്ട് കൊടുക്കാം. മുട്ട നേരത്തെ പുഴുങ്ങി തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഒന്ന് ഇളക്കി. ഇനി മുട്ട ഞാൻ വരഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് കൂടി നമുക്ക് അടച്ച് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഒന്നുകൂടി കുറുകി കിട്ടും കറി. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞു, നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ കറി തയ്യാറായിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കണേ. അപ്പോൾ ഒരു 1/2 കപ്പ് ഞാൻ തെമ്പാലെന്ന് പറയും, ഫസ്റ്റ് പാലില്ലേ, തേങ്ങയുടെ നാളികേരത്തിൻ്റെ ഫസ്റ്റ് പാല്, തെമ്പാൽ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് അധികം തിളപ്പിക്കൊന്നും വേണ്ട കേട്ടോ. ചെറുതായിട്ട് തള വരുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ കറി ഞാൻ പാത്രത്തിലേക്ക് മാറ്റി. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഈ ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.